വിളിക്കാൻ വേണ്ടി മുകളിലേക്കും ഞാൻ അടുക്കളയിലേക്കും പോയി. ആൻറ്റിയെ ഞാനൊന്ന് സ്കാൻ ചെയ്ത് വല്ലതും കണ്ടോന്നറിയണമല്ലോ. പക്ഷെ പുള്ളിക്കാരി ആ സീനിൽ ഇല്ലായിരുന്നെന്ന് മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി. ഗ്ലാസ് പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടിയതാ. ഇപ്പോഴാ സമാധാനമായത്. ആൻറ്റി എങ്ങാനും വല്ലതും കണ്ടിരുന്നെങ്കിൽ രണ്ടിനെയും കൂടെ പ്ലെയിനില്ലാതെ ഉഗാണ്ടൊക്കെ ഓടിച്ചേനെ. ഞാനും ചില്ല് പെറുക്കാൻ സഹായിച്ചു. ആൻറ്റി വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ കേട്ടില്ല. കാരണം ഇനി പഴയതുപോലെ അല്ലല്ലോ. ഏത് അതൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് നാണം വന്നു. പിന്നെ ആൻറ്റിയോട് യാത്ര പറഞ്ഞു പതിയെ വീട്ടിലേക്ക് നടന്നു. കാരണം വല്ലാത്ത വിശപ്പ്. മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചായി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാവിയെക്കുറിച്ച് ചിന്തിച്ചത്. പൂജാരി പറഞ്ഞ പോലെ എനിക്കൊരു പിണ്ണാക്കും അറിയില്ല. തിന്നാനെങ്കിലും വല്ലതും ഉണ്ടാക്കാൻ പഠിക്കണം. അതിന് ഭക്ഷണക്കാര്യത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് നല്ല കുക്കും വയറുകൊണ്ട് നല്ല കസ്റ്റമറുമാണ്. അതിൽ കൂടുതൽ വേറെ ഡെക്കറേഷനിൽ ആ കാര്യത്തിൽ അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക. അതുകൊണ്ട് ഇപ്പം ആലോചിച്ചാൽ ശരിയാവില്ല. പിന്നെ അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. പൂജാരി ആൻറ്റിയൊക്കെ കുപ്പിയിലാക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ട് ഓരോ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ പാചകം മാത്രം നമ്മുടെ ഏരിയയിലാന്ന് ഓരോ തവണ ഞാൻ തെളിയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലരുതെന്ന് അച്ഛനും കുട്ടൂസുമൊക്കെ മാറി മാറി യാചിച്ചു. പക്ഷേ ഞാൻ പിന്മാറിയില്ല. എന്നും കൃത്യമായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നുകൊണ്ടിരുന്ന ആളാണ് അച്ഛൻ. കാരണം അമ്മയുടെ കൈപ്പുണ്യം അത് അപാരമാണ്. ആ അച്ഛനിപ്പോൾ വഴിതെറ്റിപ്പോലും ഇതുവഴി വരാറില്ല. ഇപ്പോൾ ഉച്ചക്ക് പുറത്തുനിന്നാണ് കഴിപ്പ്. കുട്ടൂസ് ഇപ്പോൾ ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് വന്നു കയറിയാൽ തുടങ്ങും അതിനെ പൊക്കി പറയാൻ. എന്തിനേറെ പറയുന്നു, സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന പട്ടിയും പൂച്ചയും എന്തിന് ഈച്ച പോലും ഈ വഴിക്ക് വരാതെയായി. പക്ഷെ ഞാൻ തളർന്നില്ല. യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അല്ല പിന്നെ ഒരു ദിവസം ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കാതെ കടുകിട്ട് പൊട്ടിക്കാൻ നോക്കിയതേ ഓർമ്മയുള്ളൂ. വലിയൊരു ശബ്ദം കേട്ടതും ഒരൊറ്റ ചാട്ടത്തിന് ഞാൻ മുറ്റത്തെത്തി. നോക്കുമ്പോൾ അച്ഛനും കുട്ടൂസൊക്കെ 4 വഴി ഓടുന്നു. എന്തിനേറെ മുറ്റത്തുനിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന അങ്കിള് വരെ ഓടി അകത്ത് കയറി. ആ കാഴ്ച കണ്ട് എന്നിലെ പാചകക്കാരി എന്നെ നോക്കി കൊഞ്ഞനും കുത്തി. ഞങ്ങളൊക്കെ പുറത്തോട്ടോടിയപ്പോൾ അമ്മ പുറത്തുനിന്ന് അകത്തോട്ടാണ് ഓടിയത്. യെസ്, ഐ റിയലൈസ്ഡ്. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഞാനങ്ങ് കാഞ്ഞു പോയ അമ്മ സഹിക്കും. പക്ഷെ അമ്മ താഴത്തും തലയിലും വെക്കാതെ കൊണ്ടുനടക്കുന്ന അടുക്കളക്ക് വല്ലതും പറ്റിയ ചവിട്ടി നടുപൊടിക്കും പുള്ളിക്കാരി. അമ്മയുടെ കാഴ്ചപ്പാടിൽ പാചകം ഒരു കലയാണ്. പക്ഷെ ആ കാര്യത്തിൽ ഞാനൊരു കലാകാരിയല്ല, ഒരു കലാപകാരിയാണ്. അന്ന് ഗെറ്റ് ഔട്ട് അടിച്ച അടുക്കളയിൽ നിന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ഞാൻ ഏരിയയിലേക്ക് പോയിട്ടില്ല. അല്ല, കയറ്റിയിട്ടില്ല. പാചകത്തിൽ ആദ്യമായിട്ട് ഒരു രമ്യതയിൽ എത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. തൽക്കാലം അച്ഛനെയും കുട്ടൂസിനെയൊക്കെ വെറുതെ വിടാമെന്ന് കരുതി. കാര്യങ്ങളൊക്കെ വീണ്ടും പഴയ പോലെയായി. എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ പറയാൻ തീരുമാനിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കല്യാണാലോചനയ്ക്ക് വന്നപ്പോൾ അത്രയും നീട്ടിക്കൊണ്ടുപോകുന്നത് സേഫ് അല്ലാന്ന് തോന്നി. വന്ന ആലോചന ഞാനും പൂജാരിയും കൂടെ കഷ്ടപ്പെട്ട് പൊളിച്ച്. അങ്കിളിൽ നിന്ന് അച്ഛനോട് സംസാരിക്കാൻ നേറ്റിട്ടുണ്ട്. അത് ഇന്നലെ പൂജാരി പറഞ്ഞപ്പോൾ തൊട്ട് മനുഷ്യനൊരു സമാധാനമില്ല. നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ. പൂജാരിക്കാണെങ്കിൽ ഒരു കുലുക്കമില്ല. ക്ലാസ്സിൽ പോകാതിരുന്നാൽ ശരിയാവില്ല. ഇവിടെ ഇരുന്ന് ഉരുകി ചാവും. അതുകൊണ്ട് കോളേജിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ കോളേജിൽ പോയിട്ടും വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. ടെൻഷൻ കൂടിയപ്പോൾ ചുമ്മാ ഫോണെടുത്ത് പൂജാരിയെ വിളിച്ചേ ഓർമ്മയുള്ളൂ. തെറി പറഞ്ഞ് കൊന്നില്ലാന്നേ ഉള്ളൂ അങ്ങേര്. ഇതൊക്കെ എന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. എൻ്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? വീട്ടിലെത്തിയ അമ്മേനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ഇവിടെ അറിഞ്ഞിട്ടില്ല. അച്ഛൻ വന്നു കയറിയതും ഒരുമാതിരി ലേബർ റൂമിന്റെ മുന്നിലിരിക്കുന്ന ഫീലിംഗ് ആയിരുന്നു. അച്ഛനും അമ്മയും ഒന്നിച്ചിരിക്കുമ്പോഴെല്ലാം ഞാൻ വെള്ളം കുടിക്കാൻ പോയിക്കൊണ്ടിരുന്നു. അവസാനം അമ്മ നോക്കി പേടിപ്പിച്ചപ്പോൾ പിന്നെ ഒളിച്ചിരുന്ന് കേൾക്കാൻ തുടങ്ങി. ഓരോരോ ഗതികേട്. പക്ഷെ എനിക്ക് കേൾക്കേണ്ടതൊന്നും അവർ പറയുന്നില്ല. ഇനി അങ്കിളൊന്നും പറഞ്ഞില്ലേ? അങ്ങേരെ വിളിച്ചാലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മുട്ട് വിറക്കുക. പണ്ടാരും വേണ്ടായിരുന്നു. കുറേ നേരം കാത്തിരുന്നു. എന്നിട്ടും പൂജാരി വിളിക്കാത്ത കണ്ടപ്പോൾ ഇനി 2 കേട്ടാലും വേണ്ടില്ല. എന്നാൽ ഇങ്ങനെ ഒന്നും അറിയാതിരിക്കാൻ വയ്യെന്നോർത്ത് ഞാൻ ഫോണെടുത്ത് പൂജാരിയെ വിളിച്ചു. നിനക്കൊന്നും ഓർക്കല്ലേടി? ഫോണെടുത്ത് ഇതായിരുന്നു പ്രതികരണം. അത് ഞാൻ ആ തന്തപ്പിടി എന്ത് പറഞ്ഞു എന്നറിയാനായിരിക്കും അല്ലേ? ഞാൻ മനസ്സിൽ കണ്ടത് അങ്ങേര് മാനത്ത് കണ്ടു. അങ്ങേരൊന്നും പറഞ്ഞില്ല, ആലോചിക്കാന്ന് പറഞ്ഞു. ഇനി എൻ്റെ മോള് പോയി ഉറങ്ങിക്കോ, ഞാൻ സ്റ്റേഷനിലാണ്, നമുക്ക് നാളെ കാണാം. അപ്പം അച്ഛന് സമ്മതക്കുറവൊന്നുമില്ല. സമാധാനായി. ഇന്ന് കാണാമെന്ന് പറഞ്ഞെങ്കിലും കാണാൻ പറ്റിയില്ല. വൈകുന്നേരം രാവിലെയൊക്കെ ഞാൻ വരവ് പ്രതീക്ഷിച്ചു. പക്ഷേ കണ്ടില്ല. തിരക്കിലാവെന്നറിയുന്നതുകൊണ്ട് ഞാൻ വിളിക്കാനും നിന്നില്ല. രാവിലെ തന്നെ അച്ഛനും അങ്കിലും സംസാരിക്കുന്ന കണ്ട് എൻ്റെ തലയിൽ 4-5 മഞ്ഞ ബൾബുകൾ ഒന്നിച്ചങ്ങ് കത്തി. പതിവ് പോലെ തന്നെ നിരീക്ഷണ ഒളിഞ്ഞുകൾക്കിലൊക്കെ ഞാൻ നടന്നെങ്കിലും വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല. പൂജാരി വിളിച്ചപ്പോൾ പറഞ്ഞു, സംഗതി വിചാരിച്ച പോലെയുള്ള ഡാർക്കാണ്.
അച്ഛന് വലിയ സമ്മതമൊന്നുമില്ല. കാരണം പൂജാരി പേര് കൊണ്ട് റിച്ചാണെങ്കിലും ജാതി കൊണ്ട് ഒരു പടി താഴെയാണ്. എന്ന് വെച്ചാൽ തീയരാണ്. ഓരോ പൊല്ലാപ്പ്. പക്ഷെ മൂപ്പർക്ക് വലിയ കുലുക്കൊന്നുമില്ല. ഒക്കെ വരുന്നോടത്ത് വെച്ച് കാണുന്ന മൈൻഡാണ്. എൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ നാളെ പുള്ളിക്കാരൻ നേരിട്ട് സംസാരിക്കാം, ഒക്കെ ശരിയാവുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും എൻ്റെ ചെവി കൂടെ പോയില്ല. ഇനി ചൊറിയാൻ നിന്ന തെറി കേൾക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാനും പോയില്ല. ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പൂജാരിയുടെ വീട്ടിലേക്ക് നടന്നു. കാരണം അങ്ങേര് പോകുന്നതിന് മുമ്പ് അച്ഛനോട് സംസാരിക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോകുന്ന അമ്മ കണ്ടാൽ ചിലപ്പോൾ തടയും. അതുകൊണ്ട് അമ്മ കാണാതെ ചാടി. വീട്ടിൽ ചെന്ന് ആദ്യം തല കാണിച്ച് നേക്കിൽ ഞാൻ പൂജാരിയുടെ റൂമിലേക്ക് ചെന്നൊക്കെ സംസാരിച്ച് സെറ്റാക്കി. അമ്മ കാണാതെ പോകുന്നതുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം വീട്ടിൽ പോകാൻ റെഡിയായി. അപ്പോഴാണ് പുറത്തുനിന്ന് വാണം പോലൊരു സാധനം പാച്ചാന്ന് വിളിച്ചുകൊണ്ട് ഓടി അകത്തേക്ക് കയറിയത്. എൻ്റെ അമ്മ, ഇത് കുത്തുവോ? കയറി നേരെ ചെന്ന് എൻ്റെ പുറകിൽ നിൽക്കുന്ന പൂജാരിയുടെ മേലോട്ട് വീണു. ഇനി ഇതേതാണ് ഈശ്വര പുതിയ കുരിശ്? ഒന്ന് വന്ന് ഇപ്പോഴങ്ങ് ഇറങ്ങിയതേയുള്ളൂ, അതിൻ്റെ ഇടയിലാ പുതിയതൊന്ന്. പെണ്ണാണെങ്കിൽ പൂജാരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പാണ്. അങ്ങേരാണെങ്കിൽ ആ കുരിപ്പിനെ തട്ടി താഴെയിടതിൻ്റെ പകരം ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഹാ, നീയപ്പോ നടി ഇങ്ങനെ കണ്ണൂടെ? ദേ ഇപ്പോഴല്ല മനുഷ്യ കുരിപ്പ് വന്ന് കയറിയത്. ഇതിപ്പോ ലാൻഡിങ് ആണ് മോനെ. ഓ, അപ്പ വന്ന് ഇങ്ങനെ തള്ളയാണോ? ഞാൻ നോക്കി പേടിപ്പിക്കുന്ന കണ്ടിട്ടാണോ അങ്ങേരെ അവളെ മെല്ലെ പിടിച്ചു മാറ്റി. എന്നിട്ട് എനിക്ക് ആളെ പരിചയപ്പെടുത്തി തന്നു. ഷാലി, ഇതെന്റെ മാമന്റെ മോളാ, പപ്പി. എങ്കിലും ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതെ ഞാനൊന്ന് ഇളിച്ച് കാണിച്ചു. പക്ഷെ കുപ്പി എന്നെ ഒന്ന് ചുഴിഞ്ഞ് നോക്കിയതേയുള്ളൂ. കുപ്പിയുടെ നോട്ടം കണ്ടിട്ടാവണം പൂജാരി എന്നെ തിരിച്ചു പരിചയപ്പെടുത്തി. പപ്പി, ഇത് വൈശാലി. ഇതേതാ മുതല്? ഇവിടെ അടുത്തുള്ളതാണോ? ആ പറഞ്ഞെനിക്ക് വലിയ ഇഷ്ടമായില്ല. ഞാൻ പൂജാരിയെ നോക്കിയപ്പോൾ അങ്ങേര് വെറുതെ ഒന്ന് കണ്ണടച്ച് കാണിച്ചു. ഇവളെന്താ ഇവിടെ? ഇവളെ ഞാനിന്ന് ഇതൊക്കെ ചോദിക്കാൻ ഇവളാറി ഈ കുട്ടിപ്പിശാച്? എൻ്റെ ഓരോ രോമകൂപത്തിൽ അസൂയ മുള പൊട്ടി. കാരണം പൂജാരി അങ്ങനെ പൊതുവെ പെൺകുട്ടികളോടൊന്നും വലിയ അടുപ്പം കാണിക്കാറില്ല. പക്ഷെ ഇവളോട് പതിവിന് വിപരീതമായിട്ട് എന്തോ ഒരു അടുപ്പം. ഇതിൻ്റെ നിൽപ്പുവശം കണ്ടിട്ട് ആളത്ര വെടിപ്പല്ല. ഇവളെൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഞാൻ പൂജാരിയെ രൂക്ഷമായിട്ട് നോക്കി താഴേക്ക് നടന്നു. താഴെ ജന്തുവിൻ്റെയാണെന്ന് തോന്നുന്നു. കുറേ പെട്ടിയും വട്ടിയും ഒക്കെ ഉണ്ട്. ഇതൊരു ലോറിക്കുണ്ടല്ലോ. എന്നാ പിന്നെ ഇതൊരു സഞ്ചരിക്കുന്ന വീടായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചൂടെ ഈ പിശാചിന്? ഇനിയിൽ അവള് സ്ഥിരതാമസത്തിനെങ്ങാനും വന്നതാണോ? ആണെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കും. മാമന്റെ മോളെന്ന് പറയുമ്പോൾ മുറപ്പെണ്ണ്. ഇവളൊരു പാരയാകുമോ ഈശ്വര? ദൈവമേ, എന്നെ അങ്ങ് എടുത്തോ. അല്ല പിന്നെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ ചവിട്ടിക്കുലുക്കി വീട്ടിലേക്ക് നടന്നു. അതേസമയം മാമന്റെ മോളുടെ മനസ്സിലും ചില തന്ത്രങ്ങൾ മെനയുകയായിരുന്നു.